തൃണമൂൽ കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയുടേതെന്ന പേരിൽ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതോടെ ബംഗാളിൽ വിവാദം. കൊൽക്കത്തയിലെ ഒരു സ്വകാര്യ ആശുപത്രി സിഇഒയെ മമത ഭീഷണിപ്പെടുത്തുന്നുവെന്ന പേരിലാണ് ഓഡിയോ ക്ലിപ്പ് പുറത്തുവന്നത്. തൃണമൂൽ കോൺഗ്രസ് എം പി അഭിഷേക് ബാനർജിക്ക് നേരെയുണ്ടായ അക്രമവുമായി ബന്ധപ്പെട്ട മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടേതെന്ന പേരിൽ പ്രചരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് വിവാദത്തിൽ അഭിഷേക് ബാനർജി ചികിത്സ നേടിയ കൊൽക്കത്തയിലെ ബെല്ലാവ്യൂ എന്ന സ്വകാര്യ ആശുപത്രിയിലെ സിഇഒ പ്രദീപിനെ മമതാ ബാനർജി ഭീഷണിപ്പെടുത്തുന്നതാണ് ഓഡിയോയിലുള്ളത്. മമതാ ബാനർജിയുടെ അനന്തരവനാണ് അഭിഷേക്. ക്ഷമിക്കണം മിസ്റ്റർ ടണ്ടൻ, നിങ്ങളൊരു തെറ്റ് ചെയ്തോ. ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്ത സഹായങ്ങൾ ദയവായി ഓർക്കണം. ദൈവം നിങ്ങളോട് ക്ഷമിക്കില്ല. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതിന് നിങ്ങൾക്ക് നാണമില്ലേ? എല്ലാവരും നിങ്ങളുടെ അഹങ്കാരം ഓർക്കും. BJP ആണ് ഇപ്പോൾ അധികാരത്തിലുള്ളത്. എന്നാൽ നാളെ കേന്ദ്ര സർക്കാർ ഉണ്ടാവില്ല. കേന്ദ്ര സർക്കാർ ഇല്ലാത്തൊരു ദിവസം വരും. അന്ന് ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നാണ് മമതയുടേതെന്ന പേരിൽ പ്രചരിക്കുന്ന ഓഡിയോ ക്ലിപ്പിലുള്ളത്. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമുണ്ടായ അക്രമങ്ങളിൽ ഇരയായ കുടുംബങ്ങളെ സന്ദർശിക്കാനെത്തിയപ്പോൾ ഒരു സംഘം അഭിഷേകിനു നേരെ കല്ലുകളും മുട്ടകളും എറിയുകയായിരുന്നു. കള്ളൻ എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു അക്രമം. ജനക്കൂട്ടം അക്രമാസക്തരായതോടെ അഭിഷേകിനെ പോലീസ് ഹെൽമറ്റ് ധരിപ്പിച്ചു. അക്രമികൾ അഭിഷേകിന്റെ ഷർട്ട് വലിച്ചു കീറി. ആക്രമണം BJPയുടെ സ്പോൺസർഷിപ്പാണെന്നും അധികൃതരെ മുൻകൂട്ടി അറിയിച്ചിട്ടും മതിയായ സുരക്ഷ ഒരുക്കിയില്ലെന്നും അഭിഷേക് ആരോപിച്ചു. അക്രമത്തിന് പിന്നിൽ BJP ആണെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചത്. ഭരണാധികാരികൾ കൊലയാളികളായെന്ന് തൃണമൂൽ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി പ്രതികരിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സംഭവത്തെ ശക്തമായി അപലപിച്ചു. അഭിഷേകിനെതിരായ അക്രമം സ്വീകരിക്കാൻ സാധിക്കില്ല. ബംഗാൾ സർക്കാരും കേന്ദ്ര സർക്കാരും എല്ലാ പ്രതിപക്ഷ നേതാക്കൾക്കും സുരക്ഷ ഉറപ്പാക്കുകയും അത്തരം അക്രമങ്ങൾ തടയാൻ ഉടനടി നടപടികൾ സ്വീകരിക്കുകയും വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. സംഭവത്തെ അപലപിച്ച സമാജ്വാദി പാർട്ടി മേധാവി അഖിലേഷ് യാദവ് അക്രമം ഗൂഢാലോചനയാണെന്ന് ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.